ഇന്ന് നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു വരുന്നതാണ്. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് കാരണം ഉണ്ടാകുന്നതാണ് നമ്മുടെ ക്ലൈമറ്റിക് ചേഞ്ച്, സീ ലെവൽ റൈസ്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നോക്കുന്നത്. അപ്പം ഇതിൻ്റെ തന്നെ എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു ഡെഫിനിഷനാണ് റെഫർ ടു ടെമ്പറേച്ചർ ഇൻക്രീസ് ഇൻ ദ ട്രോപ്പോസ്ഫിയർ. നമ്മുടെ ട്രോപ്പോസ്ഫിയറിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക. ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എർത്തിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ലെയർ അല്ലേ, ആ ലെയറിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പം an increase in Earth's average surface temperature due to rising level of greenhouse gases. അപ്പം ഇതിന് കാരണമാവുന്നത് എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമൗണ്ട് കൂടുന്ന സമയത്താണ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ. അതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് കാരണമാണ് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത്. ജസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഡെഫിനേഷനും കൂടെ നോക്കാം. റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ എനി ആസ്പെക്റ്റ് ഓഫ് എർത്ത് ക്ലൈമറ്റ് ഇൻക്ലൂഡിങ് ടെമ്പറേച്ചർ, precipitation ആൻഡ് സ്റ്റോം ഇൻറ്റൻസിറ്റി ആൻഡ് പാറ്റേൺസ്. അപ്പം നമ്മുടെ ക്ലൈമറ്റിൽ ഭയങ്കരമായ ചേഞ്ചസ് വരുന്നതാണ് നമ്മൾ നോർമൽ കണ്ടീഷനിൽ ചേഞ്ച് വരുന്നതാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. എ ലോങ് ടേം ചേഞ്ച് ഇൻ ദ എർത്ത്സ് ക്ലൈമറ്റ് ഓർ ഓഫ് റീജിയൻ ഓഫ് എർത്ത്, ലോങ് ടേം ചേഞ്ച് ആയിരിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് നമുക്കറിയാം, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. അപ്പം ഹ്യൂമൻ ആക്ടിവിറ്റീസും ഇപ്പോൾ ഉള്ള നോർമൽ എർത്തും കൂടി ചേർന്നിട്ടാണ് എന്താണ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ദെൻ ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, അതായത് ഇപ്പോഴത്തെ ഈ ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ കാരണമാവുന്നത് എന്താണ്? നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണല്ലേ. ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ഓൾട്ടർ എവറി എലമെൻറ്റ് ഓഫ് ദി പ്ലാനറ്റ് എർത്ത്, അതായത് നമ്മുടെ എർത്തിലെ എല്ലാ എലമെൻസിനും നമ്മൾ ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹ്യൂമൻ ബീയിങ്സ്. ഇത് കാരണം എർത്തിന് കുറേ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അതിലൊരു പ്രോബ്ലമാണ് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ദെൻ കോസസ് ഓഫ് ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, എന്തൊക്കെയാണ് ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള പ്രോബ്ലം ഉണ്ടാവാനുള്ള കോസസ് എന്ന് പറയുന്നത്? അതിൽ ഫസ്റ്റ് വരുന്നതാണ് പൊല്യൂഷൻ. നമുക്കറിയാം എയർ പൊല്യൂഷനൊക്കെ കാരണം കുറേ ഗ്യാസ് നമ്മൾ അറ്റ്മോസ്ഫിയറിലോട്ട് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പൊല്യൂഷൻ കാരണം നമുക്ക് എന്താണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാം. ദെൻ ടെക്നോളജി, നമ്മുടെ ടെക്നോളജി ഇമ്പ്രൂവ് ആവുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. ദെൻ പെർ ക്യാപിറ്റ കൺസപ്ഷൻ, നമ്മുടെ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് എന്താണ് കൺസപ്ഷനും കൂടും. അത് കാരണം ഇപ്പം സപ്പോസ് നമ്മളിപ്പം പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് നമ്മളിപ്പം ഡീഫോറസ്റ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവും. അപ്പോൾ ഇത് കാരണം എന്താണ് നമ്മുടെ എർത്തിൻ്റെ ആ കൺസിസ്റ്റൻസി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കോസസ് എന്ന് പറയുന്നത്. ഈ കാണിച്ചിട്ട് ഉള്ളതാണ് നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ ഗ്രോത്താണ് ഈ കാണിച്ചിട്ടുള്ളത്. 2021 ആവുന്ന സമയത്ത് 8 ബില്യൺ ആവും, അതായത് 1804 1 ബില്യൺ ആയിട്ടുള്ള പോപ്പുലേഷൻ 21 ആയിരുമ്പോൾ, അതായത് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും എന്താണ് 8 ബില്യൺ ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളിപ്പം ആലോചിച്ചാൽ തന്നെ അറിയാം, നമുക്കിപ്പോൾ എന്താ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എർത്തിലുള്ള റിസോഴ്സുകളൊന്നും കൂടുന്നില്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എർത്ത് ഹാസ് ഫൈനൈറ്റ് റിസോഴ്സസേ ഉള്ളൂ നമ്മുടെ എർത്തിൽ. ഇറ്റ്സ് എബിലിറ്റി ടു സസ്റ്റൈൻ ദ ഗ്രോയിങ് പോപ്പുലേഷൻ ഈസ് ഫൈനൈറ്റ് ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു പ്രൊവൈഡ് ഫുഡ് ആൻഡ് എനർജി ഈസ് ഫൈനൈറ്റ് ആൻഡ് എക്കണോമിക് നീഡ് അലോ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് industrialized nations consume more resources per capita and population have negative impact on human
in terms of health and quality of life as well as other animals and planets. അപ്പം ഇതൊക്കെയാണ് എക്കോളജിക്കൽ ക്രൈസിസസ് ആയിട്ട് വരുന്നത്. നമുക്ക് റിസോഴ്സസ് കുറവാണ്. നമ്മൾ പറഞ്ഞു ഗ്രീൻ ഹൗസ് എഫക്റ്റാണ്, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് എന്തിന് കാരണമാവുന്നതെന്ന് പറഞ്ഞത്, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്നത്. അപ്പം എന്താണ് ഗ്രീൻ ഹൗസ്? ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. സപ്പോസ് നമ്മളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ബിൽഡിങ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ട്രക്ചർ, അതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇറ്റ്സ് എ സ്ട്രക്ചർ ബിൽഡിങ് ഇസ് വിത്ത് different type of covering material such as a glass or plastic roof and frequently glass or plastic walls. Receiving energy from outside, the inside greenhouse will heat and emit infrared radiations. It happens that glass is material pretty opaque to this infrared radiation emitted by the interior of greenhouse, and this prevent the energy to dissipate easily outside and lead to temperature increase that would not happen if infrared could freely escape from the greenhouse. അതായത് നമ്മളിപ്പം ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ബിൽഡിങ് കൺസിഡർ ചെയ്തു. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തോട്ട് എമിറ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത വിധത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ്, അതിൻ്റെ അകത്ത് ആ ടെമ്പറേച്ചർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുക. അത് തന്നെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ് ദാറ്റ് വാം ദ എർത്ത്. നമ്മുടെ എർത്തിനെ വാം ചെയ്യുന്നത് ഇതേ പ്രോസസ്സ് വഴിയാണ്. And in fact quite necessary for our survival. And gas in the atmosphere like water vapor, carbon dioxide, methane and nitrous oxide act as a natural blanket by preventing the sun's heat energy from radiating back into the space. And much like greenhouse traps sun's energy to warm someone's plants even in the middle of the winter. And the natural greenhouse effect help warm the earth's surface by as much as 33 degrees Celsius, and without it our planet would be too cold for human to survive. അതായത് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഒക്കെ അറിയുന്നത് നമുക്ക് എന്താണ് ഗുണം ചെയ്യുന്ന സംഭവമാണ്. നമുക്കറിയാം എർത്തിൻ്റെ ചുറ്റും ഒരു നാച്ചുറൽ ബ്ലാങ്കറ്റ് ഉണ്ടെന്ന്. അപ്പം നമ്മളിപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ പറഞ്ഞ പോലെ തന്നെ ഈ നാച്ചുറൽ ബ്ലാങ്കറ്റാണ് നമ്മുടെ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സണ്ണിൽ നിന്ന് വരുന്ന സോളാർ റേഡിയേഷനൊക്കെ തിരിച്ച് എമിറ്റ് ചെയ്യുമ്പോൾ എല്ലാ റേസും തിരിച്ചു പോകുന്നില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു ടെമ്പറേച്ചർ നിലനിൽക്കുന്നത്. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഇവിടെയുള്ള ജീവികൾക്കൊക്കെ എന്താ പറയുക സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറാണ്. അതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഇപ്പോൾ ഉള്ള പൊല്യൂഷൻസ് ഒക്കെ കാരണം ഇതിൻ്റെ എമൗണ്ട് കൂടുകയാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല പിന്നെ നമുക്ക് കിട്ടുന്നത്, ഭയങ്കര കൂടിയ ടെമ്പറേച്ചർ ആയിരിക്കും. ഇത് കാരണം മൊത്തം നമ്മുടെ എർത്തും ഹീറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഓഫ് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ സണ്ണിൽ നിന്ന് എന്താണ് വരുന്നത്, റേഡിയേഷൻസ് വരുന്നുണ്ട്. റേഡിയേഷൻ നമ്മുടെ എർത്തിൽ ഹിറ്റ് ചെയ്ത് തിരിച്ച് സ്പേസിലോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ എർത്തിൻ്റെ ഈ ബ്ലാങ്കറ്റ് ഉള്ളത് കാരണം കുറച്ച് എമൗണ്ട് ഇവിടെ തങ്ങി നിൽക്കും. പക്ഷേ നമ്മൾ ഇനിയിപ്പം എന്താണ് പൊല്യൂഷനൊക്കെ ഉള്ളത് കാരണം ഈ ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടി കൂടിയിട്ട് നമ്മുടെ ഒന്നുകൂടെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള പൊല്യൂഷൻ കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എമൗണ്ട് കൂടുമല്ലോ. അത് കാരണം നല്ല ഹീറ്റ് കൂടാനും ചാൻസ് ഉണ്ട്.
അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ആസ് സൺ എനർജി ഹിറ്റ് ദ എർത്ത്, സം ഓഫ് ദാറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ബൈ എർത്ത് ക്രസ്റ്റ് ആൻഡ് by the ocean warming the planet, and the rest of the energy is radiated back towards the space as infrared energy, while some of this infrared energy does radiate back into space. Some portion is absorbed and re-emitted by water vapor and other greenhouse gases in the atmosphere. This absorbed energy helps to warm the planet's surface and atmosphere just like a greenhouse. ഇനി നമ്മൾ ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് പറയുന്നത്. അപ്പം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഹാവ് എസെൻഷ്യൽ ടു സർവൈവ് ലൈഫ് ഓഫ് ദ പ്ലാനറ്റ്. നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മുടെ ലൈഫ് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എസെൻഷ്യലാണ്. ആൻഡ് ദേ ട്രാപ്പ് ഹീറ്റ് ആൻഡ് കോസ് എർത്ത് ടു വാം, ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓൾട്ടർ ദ proportion of greenhouse gases in the atmosphere, and they add more greenhouse gases and include more heat trapping by the atmosphere. അപ്പോൾ നമുക്കറിയാം നോൺ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്? നൈട്രജൻ, N2, ഓക്സിജൻ ആൻഡ് ആർഗൺ. ഇതൊക്കെയാണ് നോൺ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. പക്ഷേ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ വരുന്നത് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ദെൻ മീഥേൻ ഉണ്ട്, ക്ലോറോഫ്ലൂറോകാർബൺസ് ഉണ്ട്, ഹാലോൺസ് ഉണ്ട്, ദെൻ വാട്ടർ വേപ്പർ ഉണ്ട്. ഇതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാവുന്ന ഗ്യാസസ്. അപ്പം ഇതിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഫോസിൽസ് ഒക്കെ ബേൺ ചെയ്തിട്ട് ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ വുഡ് ബേൺ ചെയ്തിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാം. ദെൻ നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, NO2. അതെവിടെ നിന്നാണ് വരുന്നത്? ഫെർട്ടിലൈസേഴ്സ് എന്നാണ് വരുന്നത്. ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ആനിമൽ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യുന്ന സമയത്തും നൈട്രസ് ഓക്സൈഡ് ഉണ്ടാവും. ദെൻ മീഥേൻ ഉണ്ട്. മീഥേൻ നമുക്കറിയാം സ്വാംപ്സ് എന്നൊക്കെയാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ലാൻഡ് ഫില്ല്, അവിടെ നിന്നൊക്കെ എന്താണ് മീഥേൻ ഉണ്ടാവാം. അതുപോലെ സെഡിമെൻറ്റ്സ് ആൻഡ് ഫ്ലഡഡ് റൈസ് പാഡീസ്, ഇവിടെ നോക്കാം എന്താ മീഥേൻ ഉണ്ടാവാം. ദെൻ അടുത്ത നമുക്കറിയാം ക്ലോറോഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത് റെഫ്രിജറേറ്റേഴ്സ് എന്ന് വരുന്നതാണ്. ദെൻ ഹാലോൺസ് സജസ് ഹാലോ കാർബൺസ് പോലെയുള്ള ഹാലോൺസ് ഉണ്ട്. അതെവിടെ നിന്നാണ്? ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് എന്നാണ് വരുന്നത്. ദെൻ വാട്ടർ വേപ്പർ ഉണ്ട്. വാട്ടർ വേപ്പർ നമുക്കറിയാം ക്ലൗഡ്, അവിടെ നിന്നൊക്കെ വരുന്നതാണ് ക്ലൗഡ് എന്നും. പിന്നെ അറ്റ്മോസ്ഫിയറിൽ ഓൾറെഡി വാട്ടർ വേപ്പേഴ്സ് പ്രസൻ്റ് ആണ്. അപ്പം ഇതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത വേ ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് എഫക്റ്റാണ്. അതിനെന്താണ്? നമ്മൾ റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. ദെൻ യൂസ് ലെസ് ഹീറ്റ് ആൻഡ് എയർ കണ്ടീഷനിങ്. ഡ്രൈവ് ലെസ് ആൻഡ് ഡ്രൈവ് സ്മാർട്ട്. ആൻഡ് ഫാക്ടറി ഇൻസ്റ്റാൾ സ്മോക്ക് ഫിൽറ്റേഴ്സ്. Plant a tree. Then vehicle use unleaded petrol, and enforce the law on behalf of pollution on the environment and environmental campaign. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ദെൻ ഇത് ടൈം ലൈൻ ഓഫ് ഗ്ലോബൽ കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കണ്ടൻറ്റാണ് പറയുന്നത്. ഇപ്പോൾ ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് വരാം, ലാൻഡ് യൂസ് ചേഞ്ചസ് ആൻഡ് ഡീഫോറസ്റ്റേഷൻ കാരണം എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടാം. ദെൻ പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഫയർസ് ഉണ്ടാവുന്ന ഫോറസ്റ്റ് ഫയർ ഉണ്ടാവും. അതുപോലെ വൈൽഡ് ഫയേഴ്സ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കാം. ആൻഡ് ബ്രീത്തിങ് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് ഓഷ്യൻസ് എന്ന്. ദെൻ വോൾക്കാനിക് എറപ്ഷൻസ് കാരണം, ഇത്രയും കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നുണ്ട്. ദെൻ നമ്മുടെ കൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആണ് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഈസ് കണ്ടിന്യൂയിങ് ഇൻക്രീസ് ഇൻ ദ എർത്ത്സ് ഓവറോൾ ടെമ്പറേച്ചർ. നമുക്കറിയാം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് കോസ് by the greenhouse effect, and greenhouse gases have increased some human activity, and sea level is rising and snow and ice
cover is decreasing. ആൻഡ് അതുപോലെ തന്നെ സീ ലെവൽ റൈസ് ചെയ്യാനും ഗ്ലോബൽ വാർമിംഗ് കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഇസ് എ സീരിയസ് ത്രെറ്റ് ബ്രോട്ട് എബൌട്ട് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി. നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്ന ഒരു സീരിയസ് ത്രെറ്റാണ് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഡിഫറെൻറ്റ് ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. 2009 ഇന്ത്യൻ ഫ്ലഡ്സ് ഉണ്ടാവാൻ കാരണം എന്താണ്? ഗ്ലോബൽ വാർമിംഗ് ആണ്. അതുപോലെ തന്നെ ഡസ്റ്റ് സ്റ്റോംസ് ഇൻ മോണ്ടാന, അതായത് ഡസ്റ്റ് സ്റ്റോം ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. അതുപോലെ ഫ്ലഡ്, ദെൻ സ്നോ അക്യുമുലേഷൻ ഉണ്ടാവും, ദെൻ വിൻ്റർ സീസൺസ് ഷോർട്ടൺ ഇൻ കാസ്കേഡ് റേഞ്ചിങ് ഒറിഗോൺ ആൻഡ് വാഷിങ്ടൺ. അപ്പം ഇതൊക്കെയാണ് ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഹൗ ക്യാൻ വി കട്ട് ഗ്ലോബൽ വാർമിംഗ് പൊല്യൂഷൻ? നമുക്ക് എങ്ങനെയാണ് ഗ്ലോബൽ വാർമിങ്ങിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ വരുന്ന ഇത് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്ലോബൽ വാർമിങ്ങിനെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്? റിന്യൂവബിൾ എനർജി സോഴ്സസ് യൂസ് ചെയ്യാം. അതുപോലെ ക്ലോറോ ഫ്ലൂറോ കാർബണിൻ്റെ എമിഷൻ തടയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇതിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓസോണിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു നമുക്കറിയാം ഓസോൺ എന്ന് പറഞ്ഞാൽ O3 ആണ്. O3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെയിൽ ബ്ലൂ ഉള്ള ഹൈലി പോയ്സണസ് ആയിട്ടുള്ള ഗ്യാസാണ്, വിത്ത് സ്ട്രോങ് ഓഡറാണ് ഓസോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ട്രോപ്പോസ്ഫെറിക് ഓസോൺ എന്ന് പറയുന്നത്, അതായത് എർത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എർത്തിൻ്റെ സർഫസിലുള്ള ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊല്യൂട്ടൻ്റ് ആണ് അല്ലേ? അറ്റ് ഗ്രൗണ്ട് ലെവൽ, നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ ഇറ്റ് ഈസ് എ പൊല്യൂട്ടൻ. ആൻഡ് സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അങ്ങനെയല്ല. ഇതെന്താണ്? ഓസോൺ ഷീൽഡ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓസോൺ ലെയർ നമുക്ക് എന്താണ്? നമ്മുടെ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഷീൽഡാണ്. അപ്പം ക്ലോറിൻ റിയാക്ഷൻ ഡിപ്ലീറ്റ് ഓസോൺ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. നമുക്കറിയാം ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഒക്കെയാണ് നമ്മുടെ ഓസോണിനെ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നത്? ഡിപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓസോൺ ഡിപ്ലീറ്റിംഗ് ഗ്യാസസ് ഏതൊക്കെയാണ്? CFC ഉണ്ട്, ഹാലോൺസ് ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, മീഥേൻ ഉണ്ട്, കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് മീഥൈൽ ക്ലോറോഫോം. ഇത്രയും ഗ്യാസസ് ആണ് നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാവുന്നത്. അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് നോക്കാം. അപ്പം നമ്മൾ ഈ ഓസോണെ തന്നെ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. സ്ട്രാറ്റോസ്ഫെറിക് ഓസോണും ഉണ്ട്, ട്രോപ്പോസ്ഫെറിക് ഓസോണും ഉണ്ട്. സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ എന്ന് പറഞ്ഞാൽ അപ്പർ അറ്റ്മോസ്ഫിയറിലാണ് കാണുന്നത്, മറ്റേത് ലോവർ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലാണ് കാണുന്നത്. ഈ സ്ട്രാറ്റോസ്ഫെറിക് ഓസോണെ നമ്മൾ ഗുഡ് ഓസോൺ എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താ? ഇത് UV റേസിനെയൊക്കെ അബ്സോർബ് ചെയ്യും. അത് കാരണം എന്താണ്? സണ്ണിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ മേലിലോട്ട് എന്താണ് UV റേസ് ഒന്നും വരില്ല. അങ്ങനെ സ്കിൻ ക്യാൻസർ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ട്രോപ്പോസ്ഫെറിക് ഓസോൺ എന്ന് പറയുന്നതിന് ബാഡ് ഓസോൺ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് അത് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങിനും കാരണമാവുന്നുണ്ട്. അത് കാരണം ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പം 1980s നമ്മുടെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ കണ്ട് എത്തിയത്. ഒരു ഹോള് അന്റാർട്ടിക്ക റീജിയണിൽ കാണാൻ പറ്റി. ഓസോൺ ഡിപ്ലീഷൻ ലീഡ് ടു മോർ UV റേഡിയേഷൻസ്. ഓസോൺ ലെയർ ഡിപ്ലീഷൻ കാരണം എന്താണ്? നമ്മുടെ എർത്തിലോട്ട് മോർ UV റേഡിയേഷൻസ് വരും. സ്കിൻ ക്യാൻസർ ആൻഡ് കാറ്ററേറ്റ്സ് ആൻഡ് ഡിപ്രഷൻ ഓഫ് immune system. Then each 1% drop in ozone is thought to increase human skin cancer by 4 to 6%. ഓസോൺ കാരണം ഹ്യൂമൻ ക്യാൻസർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബ്രീത്തിങ് ഓഫ് ഗ്രൗണ്ട് ലെവൽ O3 affect both respiratory and nervous systems, resulting in respiratory distress, headache and exhaustion.
Then ozone damage plants, resulting leaf molting and reduced growth. അപ്പോൾ അടുത്ത് വരുന്ന ഒരു എഫക്റ്റാണ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എ ക്രിട്ടിക്കൽ ഗ്ലോബൽ ചേഞ്ച് ആൻഡ് climate changes potentially one of the greatest of all threat to environment, to the biodiversity and ultimately to the quality of human life. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത് കാരണം കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ഹ്യൂമൻ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്? ലെസ് ഓക്സിജൻ, അതായത് എയറിൽ ലെസ് ഓക്സിജൻ ആയിരിക്കും. ദെൻ മോർ ഫോസിൽ കാർബൺ ഇൻ എയർ, 30 billion tons of carbon dioxide per year. Then more heat returning to earth, night warming faster than days, and less heat escaping to the space, and shrinking thermosphere, rising topopause and cooling stratosphere, more fossil carbon in coral. ഇത്രയും എഫക്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എവിഡൻസ് ആയിട്ട് നമുക്ക് വരാനുള്ളത് ആർട്ടിക് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ഇസ് നൗ വാർമിംഗ് റാപ്പിഡ്ലി വാർമിംഗ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ആർട്ടിക് vegetation zone and animal species diversity are shrinking. And then Arctic sea ice is reducing. Then UV radiation level is elevated and mountain glaciers are melting. ഇതൊക്കെയാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്താണ്, ഐസൊക്കെ മെൽറ്റ് ചെയ്യുന്ന കാരണം ഫ്ലഡൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. യു വി റേഡിയേഷൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ സീ ഐസ് റെഡ്യൂസ് ചെയ്യാണ്, അതായത് അപ്പോൾ അവിടെ സീ ലെവൽ റൈസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ ഹ്യൂമൻ ഹെൽത്ത് ഇമ്പാക്റ്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. Heat waves can lead to heat stroke and dehydration and are the most common causes weather related death. അതായത് ഹീറ്റ് വേവ്സ് ഉണ്ടാകുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് കാരണം. ദെൻ climate change may affect allergies and respiratory health, and climate change may enhance the spread of diseases through food, water and animals. ആൻഡ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫ്ലഡിങ് ലിങ്ക് ടു റൈസിങ് ദ സീ ലെവൽ ഡിസ്പ്ലേസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ. സീ ലെവൽ റൈസ് ഉണ്ടാവുന്നുണ്ട്, അത് കാരണം മില്യൺസ് ഓഫ് പീപ്പിളിനെ ഡിസ്പ്ലേസ് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പം ഫ്യൂച്ചർ ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചർ അത് ഇനിയും ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. ആർ എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ് by 2 degree Fahrenheit to 11.5 degree Fahrenheit by 2100, depending on the level of future greenhouse gas emissions. And ground level air temperature are continued to warm more rapidly over the land than oceans, and global average annual precipitation is expected to increase, and the strength of the wind is associated with tropical storm is likely to increase, and annual average precipitation is projected to increase in some areas and decrease in others.